കാട്ടു തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഇതാണ് അറക്കൽ തറവാട്. ഇവിടുത്തെ ആചാര് മരിച്ചു പോയിട്ട, പക്ഷെ ആളെ വൈഫ് എപ്പോഴും ഉണ്ട്. വൈഫിന്റെ പേര് മറിയാന്നാണ്. ആചാര് മരിച്ചതോടെ ആളാകെ ഇല്ലാതായി. ഇപ്പൊ കിടപ്പിലെന്ന് വെച്ചാ എണീച്ചൊക്കെ നടക്കും, പക്ഷെ ആൾക്കും ഒന്നിനും ഒരു പ്രസരിപ്പില്ലാത്ത പോലെയാണ്. ആചാരെ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. ഈ നാട്ടിലെ ഏറ്റവും പണക്കാരാണ് ഈ അറക്കൽ കുടുംബം. ഏത് പാവപ്പെട്ടാളെ സഹായിക്കാനും ഈ ആചാര്യക്ക് ഒരു മടിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആചാര്യ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു പേരും പ്രശസ്തിയൊന്നും ആചാര്യ മരിച്ചിട്ടും പോയിട്ടില്ല. കാരണം എന്താ, ഇവിടുത്തെ മക്കൾ ഇവർക്ക് 2 ആൺകുട്ടികളും പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം ഉണ്ടായ ഒരു പെൺകുട്ടിയാണുള്ളത്. ആദ്യത്തെ മോൻ്റെ പേര് ആദിൽ എന്നാണ്. ആള് കല്യാണം കഴിച്ചിട്ടാ. വൈഫിന്റെ പേര് ഫിദ. അവർക്ക് 2 മക്കളുണ്ട്, ആത്തിഫ്, ഹൈറ. അവരൊക്കെ നമുക്ക് വഴിയെ പരിചയപ്പെടാം. പിന്നെ 2ാമത്തെ മോനാണ് ഫാദിൽ. അവളും കല്യാണം കഴിച്ച് മറുവ എന്നാണ് ഭാര്യന്റെ പേര്. ഇതാണ് നമ്മുടെ കഥാനായിക റോന. ഈ അറക്കൽ വീട്ടിലെയും ഈ നാട്ടിലെയും രാജകുമാരിയാണ് ആള്. ഇക്കാക്കമാർക്ക് ശേഷം ഒരുപാട് കാലം കഴിഞ്ഞിട്ടുണ്ടായതായതുകൊണ്ട് അവരിവളെ താഴ്ത്തും തലയിലും വെക്കാണ്ടാണ് കൊണ്ടുവരുന്നത്. അതിൻ്റെതായ ചെറിയ അഹങ്കാരമുണ്ട്. പക്ഷെ എല്ലാവരോടൊന്നും അവൾ അഹങ്കാരം കാണിക്കൂല. അവൾക്ക് വേണ്ടപ്പെട്ടവരോട് മാത്രമേ അഹങ്കാരം കാണിക്കുള്ളൂ. ഇവളുടെ ഈ കുസൃതി നിറഞ്ഞിട്ടുള്ള ഓരോരോ വഴക്ക്, അതില്ലാത്തൊരു വീട് ഇവർക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ഇവളുടെ ഏതൊരു കുസൃതി ഇവർ എൻജോയ് ചെയ്തിട്ടുള്ളൂ. 2 കാക്കാരും കണക്കാം. എപ്പോഴും ഇവളെല്ലാ കൂതറത്തരത്തിനും എല്ലാ തോന്നിയത്തിനും കൂടാക്കും. അതുകൊണ്ട് തന്നെ ഉമ്മാൻ്റെ അതിന് 3 പേർക്കും എപ്പോഴും ചീത്തയും കേൾക്കും. അമ്മ എണീച്ചിരിക്കുക, ഈ ഗുളികൊന്ന് കുടിച്ചാണ്. ഇപ്പൊ എന്തിനാ മോളൊരു ഗുളികൈ മോന്തിക്ക്? എനിക്ക് വേണ്ട. മോന്തി നല്ല രാവിലെ ആയി. നമ്മളെന്നും കുടിക്കുന്ന ഗുളികയല്ലത്. ഇത് കുടിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തിന്നാൻ പറ്റുള്ളൂ. ഇത് കുടിക്കും. വേണ്ട മോളെ, എനിക്കത് അങ്ങനെ പറയില്ലേ. ഇത് കുടിക്കാതിരിക്കാൻ പറ്റൂല. നമ്മൾ ഡോക്ടറെ കാണിച്ചപ്പോൾ എന്താ പറഞ്ഞേ? ഇത് കുടിക്കാതിരുന്നാ എന്താ വലിയ പ്രശ്നമെന്നാ പറഞ്ഞിട്ടത്. ഇതത് കുടിച്ചാണി. പെണ്ണത്, എനിക്ക് ഈ ഗുളിക ഒന്നും പിടിക്കണില്ല കേട്ടാ. സാരമില്ല, കുറച്ചും കൂടെ കുടിച്ചാൽ മതി. അപ്പോഴത്തേന് അസുഖമൊക്കെ അങ്ങോട്ട് മാറൂലേ. പിന്നെ നമ്മളിതിനെ കുറിച്ച് ഒന്നും ആലോചിക്കണ്ട. അപ്പോൾ ഇത് കുടിച്ചാണി. കുടിച്ചിട്ട് കുറച്ച് നേരം കിടക്കി. അപ്പോഴത്തേനും അരമണിക്കൂർ കഴിയും. അപ്പോൾ അമ്മക്ക് എന്തെങ്കിലുമൊക്കെ തിന്നാം. ഓയ് ഡാർലിംഗ്, ആഹാ ഇതപ്പറ്റി. അല്ല, നീ ഇപ്പം അങ്ങനെ അങ്ങോട്ട് വന്നത്? ഇവിടെ ഡൈനിങ് ഹാൾ കൂടെ അല്ലാതെ അടുക്കളയിൽ പോകാനുള്ളൊരു വഴി ഞാൻ 5-6 കൊല്ലമായി വന്നിട്ട് എനിക്കറിയില്ല കേട്ടോ. ഒന്ന് പറഞ്ഞിരുന്നേ ആ വഴി. അതെ, ഞാൻ കൊലയിൽ കൂടെ ഇറങ്ങിപ്പോയിട്ട് മുറ്റത്ത് കൂടെ പോയിട്ട് ഇവിടെ കയറി. എന്താണെന്ന് വെച്ചാൽ ഉമ്മാൻ്റെ കണ്ണിലെങ്ങനെ പെട്ടാ സുബിക്ക് ശേഷം കിടന്നുറങ്ങിയാൽ എനിക്ക് വേറെ കിട്ടും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ്. കുറച്ചല്ലേ ലേറ്റ് ആയിട്ടുള്ളൂ. പിന്നെ 8:15 ആയിട്ടുള്ളൂ. വല്ലാണ്ട് ലേറ്റ് ആയിട്ടില്ല. അല്ല, എന്താ ഇപ്പം ഇത്ര ലേറ്റ് ആവാൻ? ഇന്നലെ ഉറങ്ങിയില്ലേ? ഉറങ്ങി, പക്ഷെ കുറച്ച് ലേറ്റായി. ഞങ്ങൾ കുറച്ച് സിനിമ ഒക്കെ കണ്ടിട്ട് കിടന്നു. നല്ലതാ. ഇവിടെ എന്തൊരു മണം ഇവിടെ. ശരിയാണ് താത്ത, മണക്കിടുണ്ട്. പളിച്ചിറപ്പിൻ്റെ ദോശ. അല്ലോ, ഞാൻ മറന്നു. ഇടീ ഇത്രയും സമയം ഇവിടെ നിന്നിട്ട് എനിക്ക് മണത്തിയില്ല. ഇല്ല, വല്ലാത്തൊരു മൂക്ക് തന്നെ ഇവിടെ എൻ്റെത്. ഇത്രയും കരിഞ്ഞ മണം വന്നിട്ട് എനിക്ക് അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ എന്നെ കണ്ടല്ല. അപ്പോൾ അതിനോട് എന്നെ ഡോക്ടറെ കാണിക്കാൻ പറയണം. എൻ്റെ മൂക്കിനെന്തോ കുഴപ്പമുണ്ട് തോന്നുന്നുണ്ട്. ഒന്ന് പോകാത്ത സത്യമായിട്ട് ഞാൻ കേൾക്കാത്താണേ. അല്ല, എനിക്ക് മണം വരാത്താണേ. എന്തായാലും ഇങ്ങോട്ട് നിൽക്കുക. എൻ്റെ ദോശ ചാറ്റി കുഞ്ഞെന്താ താത്താന്ന് എണീറ്റില്ലേ? അല്ലെങ്കിൽ ഞാൻ എണീക്കണ സമയത്തൊക്കെ ഇവിടെ ഭയങ്കര ചീറലാണല്ലോ കേൾക്കല്. ഓടിന്ന് എണീച്ചിട്ടേ പാലും കുടിച്ച് അപ്പം തന്നെ കിടന്നുറങ്ങി. ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ മനുഷ്യന് കുറച്ച് സ്വസ്ഥത ഉണ്ടാവും അടുക്കള വരാൻ. ഇല്ലെങ്കിൽ പിന്നെ ചീറിയിട്ടേ മക്കളാകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ അല്ല താത്ത.
ഓ പറഞ്ഞ നന്നായി കറിയുണ്ടായില്ലേ അന്ന് പൊയ്ക്കണി എന്ത് വന്നാലും ഇന്നിട്ടിട്ട് ഇങ്ങനെ നോക്കാൻ നോളിട്ടോ. അല്ല ഇവർക്കൊന്നും എണീക്കാനായില്ലേ? ആദിക്ക റെഡി ആയില്ലേ? എന്നാ പിന്നെ നമുക്ക് ചായ കുടിച്ചാലോ? പിന്നെന്താ കുടിക്കാം. അതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ട് ഇവറ്റോടെ രണ്ടോടെ പോയി. ഇതാ ഞങ്ങൾ എവിടെയും പോയിട്ടില്ല, അത് അവിടെ തന്നെ ഉണ്ട്. അതല്ല നിങ്ങൾ എപ്പോ ഒരുങ്ങാൻ തുടങ്ങിയിരിക്കണേ? ഇത് പെണ്ണുങ്ങളെക്കാളും കഷ്ടാണല്ലോ. അല്ല ഇവിടുത്തെ ചട്ടമ്പി ഇന്ന് ഇവിടെ ഒന്നും കണ്ടില്ല. അല്ലെങ്കിൽ ഇവിടെ എവിടെങ്കിലൊക്കെ നിന്നിട്ട് ചിലക്കണേക്കാലോ. പറഞ്ഞ പോലെ തന്നെ ഓളൊന്നും ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. സാധാരണ സുബിസ്കാരം കഴിഞ്ഞ ഇവിടെ ഒന്ന് വന്നിട്ട് എന്താ തിന്നാളോ നോക്കിട്ട് പോണ ആളാണ്. ഇന്നെന്താ പറ്റിയാണാവോ? ഇത്രയും സമയമായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ടില്ല. അപ്പൊ കാര്യമായിട്ട് എന്തോ പരിപാടിയിലാണ്. മറുവാ ഒന്ന് പോയി വിളിച്ചു നോക്ക്. ഏതായാലും അവള് വന്നിട്ട് കുടിക്കാലോ ചായ. ഓക്കെ, ഞാൻ ഒന്ന് പോയി വിളിച്ചിട്ട് വരാം. റോനു ഇവള് റൂമിലല്ലോ പഠിച്ചോനെ, ഇതിപ്പോ ഇവിടെ പോയി. ഈ സമയത്ത് ബാൽക്കണിയിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യൻ്റെ കുട്ടി? പഠിച്ചോന് ഈ കയ്യിൽ പുസ്തകല്ലേ, പഠിക്കാണ്. അല്ലല്ല നല്ല ബുദ്ധിയൊക്കെ കൊടുത്തല്ലേ നിങ്ങള്. ഒന്ന് പോയിക്കാണി, എനിക്ക് ആഴ്ചക്ക് ഇവിടെ എക്സാമാണ്. ഞാൻ ഇങ്ങളെ മാപ്പിളിനോട് പറഞ്ഞാണ് ഇന്നെ അവിടെ ചേർക്കല്ലേന്ന്. അപ്പം മൂപ്പർക്ക് അവിടെ തന്നെ ചേർക്കണം. ഇപ്പം ഞാൻ കിടന്ന് കഷ്ടപ്പെടാണ്ടില്ലേ? എന്തപ്പണ്ടായേ? എന്താ ഞാൻ ഉണ്ടാവാൻ? ഇതിൽ കൂടുതൽ എന്തുണ്ടാവാനാണ്? എല്ലാ ആഴ്ചയും പഠിച്ച് എനിക്ക് മതിയായി ഇത്. ഞാൻ പഠിക്കണ നല്ലതാ കുട്ടി. ആണാ? പറഞ്ഞ നന്നായി. അല്ല നിങ്ങളിപ്പോൾ എന്തിനാ വന്നതിൻ്റെ പഠിപ്പ് മുടക്കാൻ വേണ്ടിയിട്ട്? ഇജ്ജ് വന്നാണ് ചായ കുടിക്കാൻ. അവിടെ കാക്കാരെന്നെ വിളിക്കുന്നുണ്ട്. പറ്റൂല, എനിക്ക് കുറേ പഠിക്കാനുണ്ട്. താത്ത പോയിക്കോ, ഞാൻ പിന്നെ വന്നോളാം. അവർ നിന്നെ എന്തായാലും വിളിച്ചോണ്ട് ഞാൻ പറഞ്ഞതാ. എന്തായാലും ഞാനിപ്പോൾ തരണില്ല. ഇപ്പം വന്നാൽ ശരിയാവൂലേ, എനിക്ക് കുറേ പഠിക്കാനുണ്ട്. ഇതാ നോക്ക്, വെറുതെ അവരെ ഇന്ന് ചീത്ത വാങ്ങണ്ട. അവർക്ക് ദേഷ്യം പിടിച്ചറിയാലോ. എന്തറിയാന്ന്? എൻ്റെ കാക്കാരെ ദേഷ്യമല്ലേ, അത് മാറ്റാനൊക്കെ എനിക്കറിയാം. താത്തപ്പ ചെല്ലാൻ നോക്ക്. ശരി, ചായ കുടിക്കാൻ വിളിക്കാൻ വന്ന ഞാനിപ്പാരായി? താത്ത ചെല്ലി. വിളിക്കാൻ പോയാള് വെറും കൈയോടെയുള്ള തന്നെ. എന്താ അവളെ കിട്ടിയില്ലേ? നിങ്ങളെ പൊന്നാര പെങ്ങള് വരണില്ല വിളിച്ചിട്ട്. ഓളവിടെ ഇരുന്ന് പഠിക്ക. അല്ലാ, പഠിക്കേ ഈ സമയത്താ? പാവത്തിന് ആഴ്ചയിൽ എക്സാം, പരാതിയും പരിഭവമാണ്. പാവാണ്. അല്ലെങ്കിലും ഈ കോളേജിൽ പഠിപ്പിക്കണ്ടായിരുന്നല്ലേ ഇതിനെ? നിങ്ങളെ പണിയല്ലേ അവിടെ പോയി ചേർക്കലേ. എന്നാ പിന്നെ അവള് പഠിക്കട്ടെ, വെറുതെ അവളെ ശല്യം ചെയ്യാൻ നിക്കണ്ട. അല്ല ഉമ്മാക്ക് ഗുളിക കൊടുത്തല്ലേ? ഞാൻ കുറച്ചു നേരത്തെ കൊടുത്തിട്ടേ ഉള്ളൂ. ആണോ? എന്നാ പിന്നെ ചാടിക്കാനുള്ള സമയം ആവണല്ലേ ഉള്ളല്ലേ? എന്തായാലും മറക്കാതെ കൊടുത്തോണ്ടേ. പറ്റൂല, ഞാൻ കൊടുക്കൂല. വെറുതെ എന്റെ വായുള്ളത് കേൾക്കാൻ നിൽക്കല്ലേ മനുഷ്യ രാവിലെ തന്നെ. അല്ലെങ്കിൽ പിന്നെ ഇന്നും നിങ്ങളാണല്ലോ ചായ കൊടുത്തിട്ട് പോലെ. എന്റെ പൊന്നോ, ഞാനൊന്നും പറഞ്ഞില്ല. എന്നാ ശരി, ഞങ്ങൾ പോയി. താത്ത എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് മറുവാ പോയിട്ടാ. പിള്ളേരെണിച്ചാ പറഞ്ഞാൽ മതി പോയിരുന്നു. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് അമ്മാനോടും കൂടെ ഒന്ന് പറഞ്ഞോണ്ട്. ഞാൻ അപ്പോൾ അവിടെ പോയി നോക്കിയതാണ്. അപ്പോൾ കിടന്ന് ഉറങ്ങുകയാണ്. മരുന്നൊക്കെ കുടിച്ചല്ലേ, അതിൻ്റെ ക്ഷീണം കൊണ്ട് കിടക്കാവും. അതുകൊണ്ട് ഞാൻ വിളിക്കാൻ പോയില്ല. ഇനിയിപ്പോൾ അത് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഇനി വൈകുന്നേരം വന്ന ഒരു സുഖം ഉണ്ടാവില്ല ചേക്ക്. അതിപ്പോൾ നിങ്ങൾ പറഞ്ഞു പോയാലും ഇല്ലെങ്കിലും ഉമ്മാക്ക് അതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. കുറച്ച് കഴിയുമ്പോൾ പിന്നെയും ചോദിക്കും അവർ പോയോന്ന്. അത് സാരല്ല, ഞങ്ങൾ പറഞ്ഞോളാം. നത്തുസേ എന്താ ഇന്ന് കടി? ചായ എടുത്ത് വെക്ക്. തമ്പുരാട്ടിക്കുട്ടി വന്നോ? പഠിപ്പൊക്കെ കഴിഞ്ഞാവോ? എന്ത് പഠിപ്പ് നാത്തൂസ്, പറയണ്ട. ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. അതും കൂടെ അല്ലാണ്ട് അവിടെ പോയിരുന്ന അട്ടത്ത് നോക്കി ഇരിക്കേണ്ടി വരുമല്ലോ. പാവം ഞാൻ. റോനൊരു ചെറിയ ഹെൽപ്പ് ചെയ്യും. ആ ചെക്കനൊന്ന് പോയി വിളിച്ചാ. ഞാൻ അപ്പൊ കുറച്ച് നേരത്തെ അവനെ പോയി വിളിച്ചിട്ടുള്ളൂ. അപ്പൊ എണീറ്റ് അവിടെ കുത്തിയിരുന്നതാണ്. ഇപ്പൊ വീണ്ടും കയറി കിടന്ന് ഉറങ്ങിയും തോന്നുന്നുണ്ട്. ആട്ടോ അനക്കൊന്നും കേൾക്കണില്ല. ഇപ്പൊ ഉമ്മാക്ക് ഗുളി കൊടുത്തിട്ട് കുറെ സമയമായി. അപ്പൊ ഇനി ചായ കൊടുക്കാൻ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. എന്റെ റബ്ബേ, ഇനി സ്കൂൾ ബസ് വരുന്ന സമയത്ത് ഒരു അലമ്പാവും. ബുക്ക് കാണില്ല, പെൻസിൽ കാണില്ല, പേന കാണില്ല എന്നും പറഞ്ഞിട്ട് നീ ഒന്ന് പോയി വിളിച്ചൂടെ? ഞാൻ അപ്പോത്തിന് ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ. ആത്തി ഡാ എണീക്ക്. അൻ്റെ ഈ കള്ളുറക്കൊന്നും എൻ്റെ അടുത്ത് അടുക്കൂല മോനെ. ഞാൻ ഇതല്ല അതിനപ്പുറം ചാടിക്കടന്നിട്ട് വന്നതാ. എനിക്ക് എന്താ ഒരു മടി സ്കൂളിൽ പോവാന്? എടാ കുഞ്ഞാൻ്റെയാണ്, ഉമ്മല്ല. എവിടെ പനി? എടാ കള്ള, ഒരു പനിയുമില്ല. എടാ അമ്മ കണ്ട ഇനി നല്ല അടി കിട്ടും എനിക്ക്. വെറുതെ അടി മടിച്ചിട്ട് സ്കൂളിൽ പോകാൻ നിൽക്കണം. എന്തായാലും നീ പോകണം.
അണീറ്റോ. സ്കൂളിൽ പോവുകയാണെങ്കിൽ കുഞ്ഞാൻ്റെ വരുമ്പോൾ എന്തെങ്കിലും മേടിച്ചിട്ട് വരും, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൊണ്ടുതരില്ല. ഞാനൊരു വിധത്തിലാളെ കുത്തിപ്പൊക്കിയിട്ടുണ്ട്. പനിയാണ്, ഇന്ന് പോണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കിടക്കായിരുന്നു. യാറബേ പനിയാ. ഞാനിപ്പം കുറച്ച് നേരത്തിപ്പം ഞാൻ പോയി വിളിച്ചാണല്ലോ, അപ്പോൾ പച്ചവെള്ളം പോലെ കിടക്കുന്നുണ്ട്. എന്നിട്ടിപ്പോൾ പനി. എന്തോ മടി തന്നെയാണ്, എന്തോ കാര്യമായിട്ട് മടിയുണ്ട്. എന്താണാവോ, എക്സാം എങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്ന? എക്സാമൊക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ വരണാണല്ലോ, നാവൊന്നും കണ്ടില്ല. പിന്നെ എന്തിയാവാ മടി കുടുങ്ങിയത്? മക്കളല്ലേ ഒരു ദിവസം ലീവ് എടുത്തിച്ചിട്ട് ഇപ്പം എന്താ? എൻ്റെ പെണ്ണെ ചൻ്റെ പണി നോക്ക്. ഓനിക്ക് ഒരു പ്രാവശ്യം വളം വെച്ച് കൊടുത്ത ഓൻ അതിനെ ചെയ്യുള്ളൂ. പിന്നെ ആരപ്പി വരണേ യൂണിഫോമൊക്കെ ഇട്ടിട്ട്? അല്ലാത്തേ എനിക്ക് പനിയാന്നല്ലേ കേട്ട്. പനിയുള്ള മക്കളൊന്നും സ്കൂളിൽ പോകാൻ പാടില്ല. അവിടെയുള്ള മക്കൾക്കൊക്കെ പകർന്ന് എന്താ ചെയ്യുക? ഈ പെണ്ണെന്നാൽ ഇവിടെ നോക്ക്, എൻ്റെ ഓരോ വർത്താനം കേട്ടിട്ട് ആ ചെക്കനെങ്ങാനെന്ന് ഇവിടെ ലീവ് എടുത്തിരിക്കട്ടെ. പൊന്നാത്ത, ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞു വിചാരിച്ചിട്ട് ഓൻ ലീവ് എടുക്കുക നിങ്ങൾ സമ്മതിക്കോ? ഇല്ലല്ലോ, അടിച്ചിട്ടായി നിങ്ങൾ കൊണ്ടാക്കൂലേ? പിന്നെ ഇപ്പം എന്താ, ഞാനോനൊന്ന് ആക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്. എൻ്റെ കുട്ടിക്ക് പനിയാണെങ്കിൽ പിന്നെ ഒന്ന് പോവണ്ട. എന്തിനാപ്പത്? ഒരു ദിവസം പേരെ ഇരുന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കൂല. എന്താ ഇന്ന് പനിയില്ലാതെ നാളെ പനി ഉണ്ടെന്ന് പറയണേ? ഏടാ കള്ള. നാളെ ജി പനിന്ന് പറഞ്ഞിട്ട് ഇവിടെ കുത്തിരിക്ക്, ഞാൻ നല്ലോണം ഇരുത്തി തരാം. ജീവൻ തിന്നാൻ നോക്ക്. ബസ് വരുമ്പോത്തിന് ഇനിയിപ്പോ ബുക്കും പെൻസിലൊക്കെ എവിടെയാണ് അവ കൊണ്ടിട്ടത്? എൻ്റെ റബ്ബേ, ഞാനിപ്പോൾ എനിക്ക് ആ കളർ പെൻസിൽ എന്നാ തന്നത്? ഇന്നലെ മിനിയാന്നാ. അപ്പോൾ ഇതിനോ കൊണ്ടേ കളഞ്ഞിട്ട് വന്നിട്ട് നോക്കാണി. എന്താണിത്? കിട്ടി ശീലായിട്ടാണ്. എൻ്റെ റോനോജ് എന്ത് തീറ്റ തിന്നണേ? ഇങ്ങനെ തിന്നാൽ എങ്ങനെ തടിമക്കാണല്ലേ? വലിയ പെൺകുട്ടികളായി കഴിഞ്ഞാൽ നല്ലോണം തിന്നണം. ഒരു പ്രസവമൊക്കെ ആയാൽ പിന്നെ ആരോഗ്യം ഉണ്ടാവുമോ മക്കൾക്ക്? പണ്ടത്തെ കാലത്തൊക്കെ വലിയ കുട്ടികൾ എന്തോരം തിന്നുവേനെന്നറിയോ? അന്നൊന്നും ഇല്ലാഞ്ഞിട്ടേനു. പട്ടിണി പരിഭവമല്ലേനു ഓരോ വീട്ടിലും. ഇതിപ്പോൾ നിങ്ങൾക്കൊക്കെ തിന്നാനുള്ള ഏറിയിട്ടാണ് ഇങ്ങനത്തെ കാട്ടിൽ കാട്ടണേ. ഒന്ന് വേഗം തിന്നു നോക്കാൻ, നുള്ളിപ്പെറുക്കി തിന്നാതെ. എൻ്റെ ഉമ്മ, ഞാൻ തിന്നല്ലേ ഇത്. ഓളെ തീറ്റതാ ഇങ്ങനൊക്കെ തന്നെയാണ്. 2 ദോശ കൂടുതൽ ഇട്ട് കൊടുത്താൽ എൻ്റെ കൈയോട് വെട്ടു. ഇതേപോലെ നെയ്യത്തും വെച്ചിട്ട് തിന്നണ പോലെയാണ്. 2 ദോശ, 2 ഇഡലി, 2 അപ്പം തിന്നണേലൊക്കെ ഉണ്ടല്ലോ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുണ്ട്. നിങ്ങളിങ്ങനെ ഉരുട്ടി തിന്നണ പോലെ ഒന്നും എനിക്ക് തിന്നാൻ പറ്റൂല. ഞാനിങ്ങനെ തിന്നിട്ടാണ് ശീലം വന്നത്, അതുകൊണ്ട് അങ്ങനെ തിന്നാൻ പറ്റുള്ളൂ. ഇങ്ങനൊന്ന് തിന്നാൻ പോരട്ടെ റോനു. അത്യാവശ്യത്തിന് തിന്നണം, ഒരുപാട് അങ്ങ് കുത്തി കയറ്റിയിട്ട് തിന്നണമെന്നല്ല. അത്യാവശ്യം തിന്നാൽ മാത്രമേ ആരോഗ്യം ഉണ്ടാവുള്ളൂ. വലിയ പെണ്ണായിട്ട് 2 ദോശയൊക്കെ തിന്നിട്ട് പോകാന്ന് പറയുമ്പോൾ കഷ്ടമാണ്. എന്നാൽ പിന്നെ താത്തൊരു കാര്യം ചെയ്യും, ഒരു 5-6 ദോശ അങ്ങോട്ട് തിന്നോ, എൻ്റെ കൂടെ കൂട്ടി തിന്നോ, ആരോഗ്യം വെക്കട്ടെ. അല്ല പിന്നെ ഈ 2 ദോശ എനിക്ക് ധാരാളമാണ്. എൻ്റെ അത് കുഞ്ഞു വരാ കേട്ടല്ലോ. എൻ്റെത് തീർന്ന് ഞാൻ പോവാ. അല്ലെങ്കിലും നല്ലത് നായിക്ക് പറ്റൂലല്ലോ. എന്തേ എന്നല്ല അപ്പം നായിന്ന് വിളിച്ചത്? ഇക്കങ്ങോട്ട് പറ്റട്ടോ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എൻ്റെ പൊന്നു മോളെ, ചതിക്കല്ലേ. ഞാനൊരു ഉപമ പറഞ്ഞാണ്. ഇതെങ്ങാനും ചെവിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇനി 2 മാസത്തിനുള്ളതായി. അപ്പം നമ്മുടെ കഥാനായികയെ കുറിച്ചിട്ട് ഏറെക്കുറെ മനസ്സിലായില്ലേ? ഇനി നമുക്ക് കഥാനായകൻ്റെ അടുത്ത് പോയാലോ? കമ്മോൺ ഗൈസ്, ഇതാണ് നമ്മുടെ മേനോത്തിൽ കുടുംബം. പേരിനും പ്രശസ്തിക്കും നമ്മുടെ അറക്കലിനെ പോലെ തന്നെ ഒരു കുറവും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതൊക്കെ കളഞ്ഞു കുളിക്കാനായി ഇവിടെ ഒരു പുത്രൻ ജനിച്ചു. ആരാണത്? നമുക്ക് നോക്കാം. എല്ലാ കുടുംബത്തിലും കാണില്ലെങ്കിലും ചില കുടുംബത്തിലെങ്കിലും തല തെറിച്ച് ഒരെണ്ണം ഉണ്ടാവുമല്ലോ. അതുപോലത്തെ ഒരെണ്ണം എന്താ നമ്മുടെ മേനോത്തിൽ കുടുംബത്തിലുണ്ടായിരുന്നു. അതാണ് റസാക്ക്. ആള് ഒരുപാട് വികൃതി കാണിച്ചു വെച്ചിട്ട് നമ്മുടെ മേനോത്തിൽ കുടുംബത്തിന് ആകെ ചീത്തപ്പേരുണ്ടാക്കി വെച്ചു. പേരും പ്രശസ്തി എങ്ങനെ പോയെന്നറിയോ? ഒരു പെങ്കൊച്ചിനെ ചാടിച്ചു കൊണ്ടുവന്നു. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇപ്പം അത് വലിയ പ്രശ്നമൊന്നും അല്ലെങ്കിലും അന്നത്തെ കാലത്ത് വലിയ പ്രശ്നമായിരുന്നു. എല്ലാ ആൾക്കാരും ഭയങ്കര വെറുപ്പോടും അറുപ്പോടും കൂടിയിട്ട് മേനോത്തിലിനെ കാണാൻ തുടങ്ങി. അതിന് മാത്രമുള്ള തെറ്റൊന്നും ഈ റസാക്ക് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ആള് മരിച്ചു പോയിട്ടോ. ഇനി വെറുതെ ആളെക്കുറിച്ച് പറയുന്നത് എന്തിനാ? നമുക്ക് പറയാനുള്ളത് ആളെ മക്കളെ കുറിച്ചിട്ടാണ്. ഇവരുടെ മൂത്ത മോൻ്റെ പേരാണ് റംസാൻ. രണ്ടാമത്തെ മോന് മാലിക്കാണ് ട്ടാ. നമ്മുടെ
കഥാനായകൻ. ഇവരുടെ തന്നെ ഓഫീസിലാണ് രണ്ടുപേരും വർക്ക് ചെയ്യുന്നത്. പാപ്പാനെ കൊണ്ടുണ്ടായ ഓരോ നാണക്കേടും ഇവരായിട്ട് ഇവരുടെ പ്രവൃത്തി കൊണ്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അറക്കലെ കാക്കമാരെ പോലെ തന്നെ സഹായിക്കാൻ ഇവരെ കഴിഞ്ഞിട്ട് വേറെ ആരും ഈ നാട്ടിലുള്ളൂ. കാക്ക എടാ ഇക്കാക്ക ഒന്ന് എണീക്ക്. ഓ എന്താണ്ടോ രാവിലെ തന്നെ ഒന്ന് എണീറ്റാണ്. ഇത് എത്ര സമയമായി കിടന്നുറങ്ങണത്? മതി, ഇനി കൂടെ കിടന്ന ലേറ്റ് ആവും. എടാ ഞാൻ കുറച്ച് സമയം കൂടെ പറ്റൂല. എണീക്കാൻ പറഞ്ഞിട്ട് എണീക്കുക. മനുഷ്യരെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. ഇന്ന് കാക്കയാണ് കിച്ചണിൽ കയറേണ്ടത്. വല്ല ബോധവും ഉണ്ടായിരുന്നാ? ഞാൻ മറന്നു. മറക്കും, എനിക്കറിയാം. നാളെയും മറ്റന്നാളും ഇതിന് പകരമായിട്ട് കേറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ എന്റെ കയ്യിന്ന് മേടിക്കും. എന്നാ പിന്നെ എനക്ക് ഓർഡർ ചെയ്താ പോരെ. മുണ്ടിപ്പോ അവര് കഴിഞ്ഞ ആഴ്ച തന്നെ ഇതേപോലെ മടി കാണിച്ചിട്ട് ഓർഡർ ചെയ്ത് തന്നിട്ട് മനുഷ്യന്റെ വയറ് മൊത്തം ചീത്തയാക്കിട്ട് ഇപ്പൊ ഒന്ന് റെഡിയായി വരണേ ഉള്ളൂ. മര്യാദക്ക് പോയി എണീച്ചിട്ട് ഫ്രഷ് ആവാൻ നോക്ക്. എടാ ഇത് സമയം നോക്ക്. ലേറ്റ് ആയിട്ട് ഓഫീസിൽ പോകാൻ പറ്റൂല. ഇത് അല്ലെങ്കിലോ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഫുള്ള് ലേറ്റ് ആണ്. ഒന്ന് പെട്ടെന്ന് എണീറ്റാണ്. ഞാൻ അതായിരുന്നു. ഞാനല്ല പെട്ടെന്ന് എണീറ്റിട്ട് വാ. ഒരു ഇക്കാക്കുണ്ട് പറഞ്ഞിട്ട് എന്താ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കണം. മതിയെങ്കിലേ വേഗം ചെല്ലി വേഗം പോയിട്ട് റെഡി ആയിട്ട് വാ. ഇന്നും പുട്ടാണ് ഉണ്ടാക്കി വെച്ചിക്കണ്. മുണ്ടാതെ അവിടെ നിന്ന് കുത്തിക്കയറ്റിക്കോണോ? മനുഷ്യൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയും പോരാ, എന്നിട്ട് കുറ്റം പറയാൻ വന്നതാ. മാണ്ടേക്ക് തിന്നണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? ഈ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ച് പിന്നെ ഫുഡ് വേസ്റ്റ് ആക്കാൻ പറ്റൂല. അല്ലാതെ വിശപ്പുണ്ടായിട്ടില്ല. ഇതിന് കുറ്റം പറയാതെ അങ്ങോട്ട് ഇറങ്ങൂല അല്ലേ? എടാ ഞാൻ പറഞ്ഞല്ല എന്നോട് ഓർഡർ ചെയ്യാന്ന്. അപ്പൊ എനക്കല്ലേ പറ്റായി? എന്റെ പടച്ചോനെ ഓർമ്മിപ്പിക്കല്ലേ ഓർഡറിന്റെ കാര്യം. മനുഷ്യനിക്ക് ബാത്റൂമിൽ നിന്ന് എണീക്കാൻ ടൈമില്ലേന്ന്. ഇപ്പൊ ഒന്ന് ശരിയായി വരണേ ഉള്ളു. അപ്പൊ വീണ്ടും ഓർഡർ ചെയ്യുന്ന കാര്യം പറയല്ല എന്റെ പൊന്നോ. എന്നാലും എന്റെ റബ്ബേ, ഇതിന്റെ വയറ് എന്ത് വയറാണ്? എന്ത് സാധനം തിന്നാലും ഒരു പ്രശ്നമില്ല. എടാ എനിക്ക് കിച്ചണ് അതൊന്നും ശരിയാവൂല. എനിക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്ത കാര്യം അപ്പത്. എനിക്ക് പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ അടുക്കള നിന്ന് തിരിയണത്. എന്നെ കൂടുതൽ പറയിപ്പിക്കരുത്. എടാ അതല്ലടാ, ഞാൻ എന്തൊക്കെ ചെയ്താലും ഉണ്ടാക്കണതിന്റെ അത്രയും ടേസ്റ്റ് വരൂല. നല്ല സോപ്പ്. നാളെയും കൂടി എന്നെ കിച്ചണിൽ കയറ്റുള്ള പരിപാടിയാണല്ലേ? നടക്കൂല മോനെ. അതൊക്കെ നാളെ നേരത്തെ എണീറ്റ് വല്ലതൊക്കെ ഉണ്ടാക്കി വെച്ചോണ്ടി. എടാ എനിക്ക് കിച്ചണിൽ കയറുന്ന ഇഷ്ടല്ലടാ. എന്നാ പിന്നെ കാക്ക ഒരു കാര്യം ചെയ്യും, ഒരു പെണ്ണെട്ടിക്കൊണ്ടരെ. എന്നാ പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ കൂടെ നോക്കുമല്ലോ. എന്ത് അല്ല ഫുഡും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഫുഡിനായിട്ട് ഇപ്പൊ ഒരു പെണ്ണിട്ടണം എന്നപ്പോ പറഞ്ഞ്. ഫുഡിനായിട്ട് എന്നല്ല, അല്ലെങ്കിൽ തന്നെ ഇപ്പൊ കാക്കൊക്കെ എന്തൊരു വയസ്സായി, കിളവനായി. ഇക്കന്നെ ഇവിടെ പെണ്ണിട്ടുള്ള പ്രായമായി. പിന്നെ ഇക്കാക്ക നല്ല മൂത്ത് നേരച്ച് നിൽക്കുമ്പോ ഞാൻ പിന്നെ എങ്ങനെ കിട്ടാന്ന് വിചാരിച്ചിട്ട് കെട്ടാത്തതാണ്. മോനെ എന്തായാലും ഞാൻ പറയാള് പറഞ്ഞു. ഇതേപോലെ തന്നെയാണ് അവൻ ഹംസാക്കിയും പറഞ്ഞത്, കാക്കാനോടൊന്ന് സംസാരിക്കണമെന്ന്. ഞാൻ പറഞ്ഞത് അത് നടക്കൂലെന്ന്. അൺറൊമാൻറ്റിക് മൂരാച്ചിയല്ലേ. ലവ് റൊമാൻറ്റിക് ഒന്നും ഇവിടെ പോവില്ലല്ലോ. നമുക്ക് ആലോചിക്കാം. എന്ത് ഇതെന്റെ കാക്ക തന്നെയാണ്. ചേടാ എന്റെ ഉണക്കപ്പുട്ട് തിന്നും അടുത്തട എനിക്ക്. ഡേയ് ലാസ്റ്റ് ഒക്കെ കൂടെ എന്റെ മണ്ടേ തന്നെ കൂട്ടുണ്ടാണ് കേട്ടാ. മതി, ആ പുട്ടിങ്ങി തൊട്ടിട്ടുണ്ടെങ്കിൽ കയ്യെ ഞാൻ കുത്തു. ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ ഇത് തിന്നു. ഇങ്ങനൊരു സാധനം. ഇടക്കാക്ക എന്നാ ഞാൻ ഹംസാക്കാരോട് എനിക്ക് പെണ്ണിനെ നോക്കാൻ പറയട്ടെ. നമുക്ക് നാളെ പോയി പെണ്ണ് കാണാ. വാണിക്ക് മറ്റന്നാ തന്നെ നിക്കാഹിക്കാം. മാലിക്ക് മുണ്ടാതെ പോയിക്കോ. എനിക്ക് കല്യാണം വേണ്ട, കളിയാട്ടവും വേണ്ട. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞതാണ് കെട്ടൂല എന്നുള്ളത്. നീ ഇങ്ങനെ വർത്താനം പറയണ്ട, ഒരു ഉപകാരം ഇല്ല. മുണ്ടാതെ തിന്ന് നീച്ച് പോവാൻ നോക്ക്. അത് ശരി, ഉണ്ടാക്കി എനിക്കറിയാം തിന്ന് നീച്ച് പോവാൻ. കാക്കമാണെങ്കിൽ തിന്നു പോവാൻ നോക്ക്. ഇതിനോടൊക്കെ ആരെങ്കിലും കല്യാണത്തിനെ കുറിച്ച് പറയൂ? പറഞ്ഞു മനുഷ്യൻ വെറുതെ നാണം കിടാന്നല്ലാതെ. അറിയാലോ, പിന്നെയും ഇങ്ങനെ പറയണം. ഇതോടെ നിർത്തിക്കോ. പിന്നെ കാക്ക ഒരു കാര്യം, മറ്റേ കരുണ ഓർഫനേജ് ഉണ്ടല്ലോ, അതിന്റെ കാര്യം എന്തായി? അതിനെ കുറിച്ചിട്ട് ഹംസാക്ക് ചോദിച്ചു. ആ ബ്രോക്കർ ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തണം. എന്തായാലും അത് വാങ്ങാം നമുക്ക്. ഇതല്ലെങ്കിലും മനസ്സിൽ കരുതിയിട്ടുണ്ട് ഒരു ഓർഫനേജ് നടത്താം. അപ്പൊ ഇതാവുമ്പോ നമ്മൾ എടുത്ത് തന്നെയാണല്ലോ. എന്തായാലും അത് ഭയങ്കര പഴയതല്ലേ, അത് താല്ലടാ, നമുക്ക് പുതുക്കി പണിയാം. ഓരോ സൈഡായിട്ട് ഇങ്ങനെ പുതുക്കി പണിയാം. പിന്നെ അവിടെ സൗകര്യങ്ങളും കുറവാണ്. അപ്പം കുറച്ച് അടിപൊളിയാക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാ പിന്നെ
ആ ബ്രോക്കറെ പോയിട്ടൊന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട്. ആ താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടാൽ മതി എന്നും പറഞ്ഞിട്ടുണ്ട്. അതെന്തേ ഹംസക്കൊക്കെ എന്ത് താല്പര്യം ഇല്ല ഒരു ഇതിന്? അതുകൊണ്ടല്ല, അത് വേറെ കിട്ടൂലേന്നൊക്കെയാണ് ഹംസാക്ക് പറയുന്നത്. എന്തോ എനിക്ക് അത് എടുക്കാനാ തോന്നുന്നത്. അത് മതിയടാ. ആയിക്കോട്ടെ, ഇഷ്ടം. എന്തായാലും എനിക്ക് പ്രശ്നമില്ല. എടാ, നമുക്ക് ഇന്ന് ഓഫീസിൽ നിന്ന് പെട്ടെന്ന് ഊരിപ്പോരണം. അതെന്താ? അല്ല, നമുക്ക് ആ ഓർഫനേജിന്റെ കാര്യത്തിന് ബ്രോക്കർ ഒന്ന് കാണണം. പിന്നെ ഓർഫനേജും കൂട്ടൊന്ന് കാണാം. ആ, ആയിക്കോട്ടെ. പിന്നെ വർക്കൊക്കെ ഞാൻ പെട്ടെന്ന് നോക്കാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. അവിടെ സ്റ്റാഫുകൾ ഇവരടുത്ത് കൊടുക്ക്. എന്തിനെങ്ങനെ കഷ്ടപ്പെടുന്നത്? പക്ഷെ ഞാൻ അങ്ങോട്ട് ചെയ്താലേ എനിക്കൊരു തൃപ്തി വരുള്ളൂ. എല്ലാം കൂടെ തലയെടുത്ത് വെക്കരുത്. നമ്മളെ കൊണ്ട് പറ്റുമ്പോ നമ്മൾ ചെയ്യണല്ല നല്ലത്. അത് ശരിയാണ്. പക്ഷെ എല്ലാം കൂടെ തലയെടുത്ത് വെച്ച ഭ്രാന്താവും. ഞാൻ എന്നെ ഇവിടെ ആകെ വേണ്ടിയില്ലായിട്ട് നടക്കുക. ഇല്ല, പ്രശ്നമില്ല, ഞാൻ ഡീൽ ചെയ്തോളൂ. ആ കാക്ക, ഇത് ഹംസാക്കാണ്. അസ്സലാമലൈക്കും. വാലൈക്കും സലാം. മോനെ, ബ്രോക്കറെ കണ്ട? ആ, കണ്ട്. എനിക്കത് ഓക്കെയാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഹംസാക്ക് തന്നെ അങ്ങോട്ട് പറഞ്ഞാൽ മതി. പിന്നെ ക്യാഷിന്റെ കാര്യം ചെക്കാണോ അതോ കൈ കൊടുക്കണോ എന്നൊക്കെ ഒന്ന് ചോദിച്ചാൽ മതി. എനിക്കിത് എന്തായാലും ഓക്കെയാണ്. വാങ്ങാൻ തന്നെ തീരുമാനിച്ചു. ശരി മോനെ, ഞാൻ സംസാരിക്കാം. എന്നാലേ ഞങ്ങൾ ഇവിടെ ഒന്ന് പോയി നോക്കട്ടെ. ആ ശരി, എന്നാ മക്കൾ പോയി കണ്ടോ. ഞാനേ ഇതൊന്ന് സംസാരിച്ച് റെഡിയാക്കിയിട്ട് വരാം. ഉണ്ണി അവിടെ നിക്കടാ. എടാ നിക്ക്, എനിക്ക് ഓടാൻ വയ്യട്ടാ. എന്തിനാ അതൊക്കെ എടുത്തിട്ട് ഓടണേ? ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ സാധനങ്ങളൊന്നും എടുത്ത് ഓടരുതെന്ന്. അതൊക്കെ ആവശ്യമുള്ള സാധനം. എടാ നിക്കടാ ഉണ്ണി, ഇന്ന് ഇങ്ങോട്ടാ. എനിക്കേ നല്ലോണം വികൃതി കൂടുന്നുണ്ടേ. നല്ലൊരെണ്ണം എന്റെ തരും ഞാൻ. ഈ വാ, നീ മിഠായും ചോദിച്ചിട്ട് ഞാൻ എനിക്കെല്ലാം തരുന്നുണ്ട്. ഓടിക്കളി കളിക്കാൻ പൂതി ആവണെന്നോ? അവര് തട കളിക്കണ, എനിക്കും പോയി കളിച്ചൂടെ? കൂട്ടണില്ലേ കളിക്കാൻ? അതെന്താ താത്ത ചോദിക്കാലോ. ഡാ അജു, ഇവിടെ വന്നാ. എന്താ പറഞ്ഞ കളിക്കാൻ കൂട്ടത്തി നിങ്ങള്? ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളടുത്ത് ആരെയും ഒറ്റപ്പെടുത്തല്ലേന്ന്. എന്റെ പൊന്ന് താത്ത, അവനെല്ലാരെയും കാട്ടും. ഇന്നലെ എന്റെ നെറ്റിക്ക് കല്ലെടുത്തെറിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ കൂട്ടാത്തെ. ഞങ്ങൾക്ക് വേദന ആവില്ല പിന്നെ. ശരിയാണോ ഉണ്ണി? ഈ കാട്ടിയോ അവനെ? ഇതിനെ കാട്ടാൻ നിക്കണ, അതുകൊണ്ടല്ലേ എല്ലാരും കളിക്കാൻ കൂട്ടാത്തെ. അജു, ഇനി ഇവൻ കാട്ടൂലട്ടാ. ഓക്കെ, ഇനി കാട്ടിക്കഴിഞ്ഞാൽ എന്തായാലും കൂട്ടൂല, പറഞ്ഞേക്കാം. എന്ത് രസല്ലേ കാക്ക, ഇവരെ ഈ ചെറിയ വഴക്കൊക്കെ കാണാം. ഇതിവിടെ ഇല്ലേ? ഏയ് ഹലോ, ഞാൻ കാക്കാനോട് പറയണത്. കാക്ക, എന്താണ്ട പറഞ്ഞു? ഞാൻ പേടിച്ചു പോയല്ലോ. ഇതെവിടെയാണ്? ഞാൻ എത്ര സമയമായി കാക്കാനോട് വർത്താനം പറഞ്ഞത്? നമസ്കാരം സാർ. ആ നമസ്കാരം. ഇരിക്കൂ. സാറിന് എന്താ കുടിക്കാൻ വേണ്ടത്? ഏയ് കുടിക്കാനൊന്നും വേണ്ട, ഞങ്ങള് കുടിച്ചിട്ടാ വന്നത്. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഒരുപാട് നന്ദിയുണ്ട് സാർ. സാറിത് വാങ്ങിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഞങ്ങളൊക്കെ കൂടുതൽ സന്തോഷിച്ചത് ഇവിടുത്തെ മക്കളായിരിക്കും. അവർക്ക് പട്ടിണിയില്ലെങ്കിലും മര്യാദക്കൊന്നും തന്നെ കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ലായിരുന്നു. ഒരുപാട് കഷ്ടത്തിലായിരുന്നു ഇത്. ഈ അറ്റം തൊട്ട് ആ അറ്റം മുട്ടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പാടുപെടുകയായിരുന്നു. ഇവിടെ ഇപ്പോൾ ടോട്ടൽ എത്ര ആൾക്കാരുണ്ട്? എനിക്ക് ഇവിടുത്തെ മെമ്പേഴ്സിന്റെ ഡീറ്റെയിൽസ് ഒന്ന് വേണമായിരുന്നു. എത്ര കുട്ടികൾ, എത്ര വൃദ്ധർ, എത്ര കല്യാണപ്രായം എത്തിയവർ, അങ്ങനെ. ഇവിടെ മൊത്തത്തിൽ 200 ആൾക്കാരുണ്ട്. 15 പെൺകുട്ടികളെ കല്യാണം കഴിച്ച് അയച്ചതാണ്. അതിൽ 14 ആൾക്കാരും വന്നിട്ട് ഇവിടെ നിന്ന് പോവാറുണ്ട്. ഒരു കുട്ടി മാത്രം വരാറില്ല. പിന്നെ 7 വൃദ്ധരുണ്ട്. പിന്നെ 18നും 20നും ഇടയിൽ വരുന്ന പെൺകുട്ടികൾ 8 കുട്ടികളുണ്ട്. അവരുടെ കല്യാണക്കാര്യത്തിനാണ് ഞങ്ങൾ ഇപ്പൊ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഫണ്ട് അങ്ങോട്ട് റെഡി ആയിട്ടില്ല. പിന്നെ ബാക്കി വരുന്നത് മുഴുവൻ 18ന് താഴെയുള്ള പിള്ളേരാണ്. മിക്കുമോനെ,
എന്താണൊരു ഒലിപ്പ്, എന്താ കാര്യം സാധിക്കാണ്ട എടാ. എനിക്കെന്ത് എന്റെ അനിയനൊന്ന് സ്നേഹത്തോടെ വിളിക്കാൻ പറ്റില്ല, ഇവനൊന്നും നല്ലപോലെ സ്നേഹിക്കാനും പറ്റില്ല. തുടങ്ങും. പറയുന്ന കാര്യം നോക്കട്ടെ. എടാ ഇത് പറഞ്ഞ കാര്യം ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു. ഓർഫനേജിൽ പാർക്ക് ഉണ്ടാക്കുന്ന കാര്യമില്ലേ, അത് അടിപൊളി ഐഡിയാണ്. എന്താണ് നമുക്ക് അതല്ലത്. പിന്നെന്താണ് അത് മറ്റേ ഇജും ഹംസാക്കിയും പറഞ്ഞ പോലെ അല്ല, നിങ്ങളെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം എന്ന് തെളിച്ചു പറയുകയാണെങ്കിൽ എടാ രാവിലെ പറഞ്ഞില്ലേ കല്യാണത്തിന്റെ ഒരു കാര്യം കിടന്നുരുണ്ടപ്പോ തന്നെ എനിക്ക് തോന്നിയതാണ്. എല്ലാ എന്നിട്ട് എന്ന് പെണ്ണാണാൻ പോണ്. പടച്ച റബ്ബേത്തിന് എന്താ പറ്റിയത്? രാവിലെയും കൂടെ കല്യാണത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ കലിതുള്ളി ആളാണ്. ഇത്ര പെട്ടെന്നൊക്കെ മാറും ആൾക്കാര്. മനുഷ്യനല്ലേ പുള്ളേ. ആയിക്കോട്ടെ. അല്ല എന്നിട്ട് എന്താ പെണ്ണാണാൻ പോണ്? നമുക്ക് നല്ലൊരു ബ്രോക്കർ വെച്ചിട്ട് ഏതെങ്കിലും നല്ല പെൺകുട്ടിനെ നോക്കാം. അല്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ അല്ല ഞാനൊരു കാര്യം പറയട്ടെ. എന്തിനാണൊരു ഫോർമാലിറ്റി? നമുക്കിടയിൽ അങ്ങനൊക്കെ ഉണ്ടൊക്കെ ഒന്ന് പറയും. എടാ ഓർഫനേജിൽ നിന്ന് ഞാനൊരു കുട്ടി അല്ല ഇതും കണ്ടിട്ടുണ്ടാവും. ആ പിള്ളേര് തല്ലുകൂടിയപ്പോ ഒരു ഒരു പെൺകുട്ടിയാ ഞാൻ കണ്ടില്ലല്ലോ. എടാ ഒരു കുട്ടി, എന്തിനാ കുട്ടിയുടെ പേര്? എന്തെങ്കിലും ആവട്ടെ. ആ കുട്ടി കളിക്കാൻ കൂട്ടണില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു അത് ഞാൻ കണ്ടു. പക്ഷെ ഞാൻ പെണ്ണിനെ കണ്ടില്ല. എടാ ഒരു പെണ്ണുണ്ടായിരുന്നു അവിടെ. അതിനൊക്കെ ഇഷ്ടപ്പെട്ട് അതിനെ അങ്ങോട്ട് കെട്ടിയാലോ എന്ന് ആലോചിക്കുക. ഞാൻ കണ്ടിട്ട് അവര് പറഞ്ഞതിൽ വെച്ചിട്ട് ആ 18-നും 20-നും ഇടയിലുള്ളതാവാനാണ് സാധ്യത. ഇനിയിപ്പോ അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാലോ. എന്ത് വെയിറ്റ് ചെയ്യാന്ന്? എടാ 18 അവിടെ വരെ വെയിറ്റ് ചെയ്യാലോന്ന്. അങ്ങനെ എന്നാ പിന്നെ നമുക്ക് അവിടെ പോയി ചോദിക്കാം. എടാ പൊട്ട എന്തിന് ഡീറ്റെയിൽസ് ഇവിടെ ഇരിക്കല്ലേ? അത് ശരിയാണല്ലോ. എന്നാ പിന്നെ നോക്ക്. അല്ല എങ്ങനെ മനസ്സിലാക്കിപ്പത്? പേരറിയോ? എടാ എന്തിനാടെ പേരും നാളും ഫോട്ടോ ഉണ്ടല്ലോ. അങ്ങനെ ഉണ്ടല്ലേ. അല്ല ഞാൻ നോക്കിയിട്ട് ഇപ്പൊ എന്താ കാര്യം? എനിക്കറിയില്ലല്ലോ. എന്നാ കാക്ക നോക്ക്. ഞാൻ നോക്കിക്കോളാം. ഞാനേ വേറെ എന്തേലും നോക്കട്ടെ. വേറെ ഇപ്പൊ എന്താ അത്ര നോക്കാന്? എന്തേലൊക്കെ നോക്കാലോ. കിട്ടി. എന്താ പേര്? ജബുലി. ചെമ്പല്ലിയാ? എടാ ജബുലി. വെറൈറ്റി ഉണ്ടല്ലോ. ഞാനും ആദ്യമായിട്ട് കേൾക്കുക. നോക്കട്ടെ. നല്ല രസമുണ്ടല്ലോ ഫോട്ടോ കാണാൻ. കൊച്ചു കള്ളൻ. ശരിക്കും കാണുന്നതിനേക്കാളും രസമുണ്ട്. ആടാ സത്യം ഒരു ഹൂറിനെ പോലെ ഉണ്ട്. മതി ഇതൊക്കെ ഞാൻ എല്ലാവരെയൊക്കെ ഒന്നും കേൾക്കണാണ്. വേറെ വെറൈറ്റി വല്ലതും ഉണ്ടെങ്കിൽ പറയും. ഏജ് എത്രയാണ്? ഏജ് 19. ഞാൻ പറഞ്ഞില്ലടാ 18-നും 20-നും ഇടയിലുള്ളതിലാവുന്ന്. എനിക്ക് വയ്യ. ഒരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം എന്നറിയും? അതെ, ഇന്നെൻ്റെ ക്ലാസ്സിൽ ഒരു പുതിയ കുട്ടി ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ കുട്ടീനെ കാണാൻ ശരിക്കും പർവ്വതാതാന്റെ പോലെ തന്നെ ഉണ്ട്. ശരിക്കും നമ്മൾ ഈ ഗ്രൂപ്പ് എന്നൊക്കെ കേട്ടിട്ടില്ലുള്ളൂ. ഞാൻ ശരിക്കും കണ്ടുകാത്ത ഒരേ അച്ചിലിട്ട് വാർത്ത പോലെ ഇത് തന്നെ സാധനം. ഞാൻ ശരിക്കും ജനലിൻ്റെ ഉള്ളിൽ കൂടെ കണ്ടാ കൂട്ടിനെ. അപ്പം ഞാൻ എന്താ വിചാരിച്ചെന്നറിയോ? ഇനിയിപ്പോൾ ഞാൻ ലഞ്ച് ബോക്സ് എടുക്കാൻ മറന്നിട്ട് താത്തെങ്ങാനും കൊണ്ട് തരികയാണോ എന്ന് വിചാരിച്ചു. ഇത് തന്നെ താത്ത സെയിം ആണോ? ഒരു വ്യത്യാസമില്ല. പിന്നെ ഇന്ന് കളർ ഡ്രസ്സിലല്ല കുട്ടി വന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് മറതാത്തയെന്നാ. അതേപോലെ തന്നെ എന്നാലും ഇങ്ങനെയൊക്കെ ഉണ്ടാവൂ. ഒരാളെ പോലെ 7 ആളുണ്ടെന്നൊക്കെയല്ലേ പറഞ്ഞേക്കണേ. അതിതൊരാളാവും. എന്തായാലും അടിപൊളി. ഞാൻ ആകെ ഇതായിട്ടിരിക്കാം. ഈ കാക്കായി വന്നിട്ടില്ല. വന്നിട്ട് വേണം അവരോടും കൂടെ പറയാൻ. ഈ പെണ്ണത് താത്താര, നാളെ എനിക്ക് ലഞ്ച് തന്ന് വിടുമ്പോളേ കുറച്ചധികം വെക്കണേ. അതെന്താ അമ്മ പറഞ്ഞ കേട്ടിട്ട് കൂടുതൽ തിന്നാൻ തീരുമാനിച്ചാണ് കുട്ടി. എനിക്ക് വേണ്ടത്രേ തിന്നുള്ളൂ. ഇത് വേറൊരു കുട്ടിക്കും കൂടെ ഉള്ളതാ. വേറൊരു കുട്ടിയോ? ആരാണത്? ഞാൻ പറഞ്ഞില്ലേ മറവതാത്താൻ്റെ പോലെ തന്നെ ഒരു കുട്ടി ഉണ്ടെന്ന്. അവളെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായി ഇന്നലെ തന്നെ. അപ്പം എൻ്റെ മറ്റേ പെണ്ണോ? ഓളല്ലെങ്കിലും എനിക്ക് പറ്റിയിട്ടുള്ള കമ്പനിയൊന്നുമല്ല. അവൾ വേറെ വൈബാ. പക്ഷേ ഈ കുട്ടി എനിക്ക് പറ്റിയ വൈബാ. എനിക്കാണെങ്കിൽ അവളെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ക്യാരക്ടറാണ് അവളത്. അത് സാരമല്ല, 2 ദിവസം എൻ്റെ കൂടെ നടന്ന ആ ക്യാരക്ടർ മാറിക്കോളൂ. ശരി, ലാസ്റ്റൊക്കെ എൻ്റെ മണ്ടേക്ക് വന്നോണ്ടേ. അല്ല എന്തിനാ ആ കുട്ടീൻ്റെ കൂടെ കൊണ്ടുപോണേ? ഓളെ വീട്ടിലൊന്നും ഉണ്ടാക്കൂല. അത് താത്ത ഓള് ഓർഫനേജ് എന്നാ വരുന്നേ. അതാ പാവം. അല്ല നാളെ എനിക്ക് എന്താ വേണ്ടത്? അത് എന്നും തന്നു വിടുന്ന പോലൊക്കെ തന്നെ മതി. പക്ഷെ കുറച്ചും കൂടെ കൂടുതൽ വെക്കണമെന്നേ ഉള്ളൂ. എങ്കിൽ ശരി, എന്നത്തെയും പോലെ തരാം.
അപ്പോൾ ഓക്കെ, ഡീൽ. പറഞ്ഞ പോലെ 2 പേർക്ക് നാളത്തെ ഫുഡ്. ഓക്കെ? ഞാനേ ഇന്നലെ കുട്ടീനൊന്ന് പോയി കളിപ്പിക്കട്ടെ. രാവിലെ കളിപ്പിക്കാൻ പറ്റിയില്ല. താത്ത എന്തേ? അമ്മക്കേ നാളെ ബിരിയാണി കൊടുത്തു വിട്ടാലോ റോനുക്ക്? എന്താ എനക്കിപ്പോൾ ഒരു ബിരിയാണി പൂതി? സംതിങ്. ഏയ് എനിക്ക് പൂതിയായിട്ടൊന്നുമല്ല. ആ കുട്ടീനെ ഓർത്തപ്പോൾ എനിക്കെന്തോ മതി ഇനി ഓരോന്നും പറയണ്ട. എനിക്ക് കാര്യം മനസ്സിലായി. നാളെ ബിരിയാണി ഉണ്ടാക്കാം. ഹേയ് ഒന്ന് ചിരിക്കടോ. ജബലി, ഇതെവിടാ പോണത്? എടി ലഞ്ച് ബ്രേക്കാണ്. ആ എടി എനിക്ക് ലൈബ്രറിയിലൊന്ന് പോകണമായിരുന്നു, ഒരു ബുക്ക് എടുക്കാൻ. അതിപ്പോൾ നാളെ ആയാലും എടുക്കാമല്ലോ, അല്ലെങ്കിൽ തിന്നിട്ട് പോവാം. അല്ല, ഞാനിപ്പം പോയിട്ട് എടുത്തിട്ട് വരാം. ഇത് തിന്നിട്ട് അങ്ങോട്ട് വന്നാൽ മതി. അപ്പം എനിക്ക് തിന്നൊന്നും വേണ്ടേ? അല്ല എനിക്ക് വേണ്ട, എനിക്ക് നോമ്പാടി. നോമ്പാ? അല്ലടി, എനിക്ക് കുറച്ച് നോമ്പ് എടുത്ത് തീർക്കാണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്ന് നോമ്പ് എടുത്തിട്ടാണ് വന്നത്. ഓ, നോമ്പായിട്ട് കള്ളം പറയണേ എന്തിനാ? എൻ്റെ പൊന്നു മോളെ, ഇന്നലെ വന്നിട്ടുണ്ടെങ്കിലും എൻ്റെ ഈ പരിങ്ങൽ എന്ന് പറഞ്ഞ ഒക്കെ പച്ച കള്ളാണെന്നൊക്കെ മനസ്സിലായി. ഇവിടെ ഇരിക്കും മര്യാദക്ക്. അല്ലടി, ഞാൻ ഇവിടെ വന്നിരിക്ക് കുട്ടി. ഞാൻ എനക്കും കൂടെ ഉള്ളത് കൊടുന്നിട്ടുണ്ട്. റോന, എന്തിനങ്ങനെ ബുദ്ധിമുട്ടാൻ? എനിക്കെന്ത് ബുദ്ധിമുട്ടാ? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഇജായിട്ട് എന്നെ ബുദ്ധിമുട്ടാക്കാതിരുന്നാൽ മതി. ഇവിടെ ഇരിക്ക്. മോളെ റോനു. എന്താമ്മ? അമ്മ എന്തിനപ്പം വയ്യാത്തടുത്ത് ഇങ്ങോട്ട് കയറി വന്നേ? ഞാൻ അങ്ങോട്ട് വരുന്നല്ലോ എന്നെ വിളിച്ചിരുന്നെങ്കിൽ. പഠിക്കല്ലേ, അതുകൊണ്ട് പിന്നെ വിളിക്കണ്ടെന്ന് വിചാരിച്ച്. അമ്മ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്താമ്മ? അമ്മാൻ്റെ കുട്ടി അമ്മാനോട് ദേഷ്യപ്പെടരുത്. ഞാൻ പറയണത് കുട്ടി കേൾക്കണം. അമ്മ അത്രക്കും ആഗ്രഹിച്ച് പറയണതാണ്. എന്താ അമ്മ? എന്താന്ന് പറയേ? മോളെ കല്യാണത്തിന് മോൾ സമ്മതിക്കണം. എന്താ? എനിക്കിപ്പോൾ കല്യാണം വേണ്ടത് ഞാൻ കാക്കാരോട് പറഞ്ഞാണല്ലോ. എന്താ അമ്മ? മോളെ, അമ്മക്ക് പണ്ടത്തെ പോലൊന്നുമല്ല, ആരോഗ്യമൊക്കെ കുറഞ്ഞു വരിക. എൻ്റെ കല്യാണം കൂടെ കണ്ടിട്ട് കണ്ണടച്ചാൽ മതി ഇമ്മക്ക്. ഇമ്മ എന്തിനാവശ്യമില്ലാത്തൊക്കെ പറയണേ? എനിക്കിപ്പോൾ തന്നെ കല്യാണം വേണ്ടമ്മ. എനിക്ക് എത്ര പോലും ആഗ്രഹങ്ങളുണ്ടെന്നറിയോ? എനിക്ക് പഠിക്കണം. മോളെ, കല്യാണം കഴിഞ്ഞാലും പഠിക്കാമല്ലോ. കല്യാണം കഴിഞ്ഞാൽ എന്നെ പഠിക്കാൻ വിടുന്നിടത്തേക്ക് എന്നെ കെട്ടിക്കൊള്ളൂ. അതൊക്കെ വെറും വാക്കാണമ്മ. കല്യാണം കഴിഞ്ഞ് ഓരോ പെൺകുട്ടിൻ്റെയും പഠിപ്പൊക്കെ എനിക്ക് പറ്റൂലെങ്കിൽ തീരെ താല്പര്യമില്ല. എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു തരാൻ പറ്റൂലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞിട്ടെന്താ? ഞാൻ ഒന്നും പറയണില്ല. ഹലോ, ഓഫീസിൽ നിന്ന് കുറേ സമയമായല്ലോ മനുഷ്യ ഇറങ്ങിയിട്ട്. എവിടെ? എടാ, ഞാൻ ഈ ഓർഫനേജ് കള്ള ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ നേരം ഉണ്ടാവില്ലല്ലോ. എടാ, അതല്ലത് വേറൊരു കാര്യത്തിന്. മതി ഫോൺ വെക്ക്, വന്നിട്ട് സംസാരിക്കാം. ഓളെന്ത് തിന്നാൻ കണ്ടില്ലല്ലോ ഇങ്ങോട്ട്? അത് ഉമ്മ കാര്യം പറഞ്ഞപ്പോൾ തൊട്ട് പിന്നെ താഴത്തേക്ക് വന്നിട്ടില്ല. അവിടെ തന്നെയാണ്. ചായ കുടിക്കാൻ പോലും വന്നിട്ടില്ല. അവള് വിളിച്ചിട്ടാണെങ്കിൽ ദേഷ്യപ്പെടാണ് ഇങ്ങോട്ടേ, അതുകൊണ്ട് വിളിക്കാനും പോയില്ല. ഞാനൊന്ന് പോയി നോക്കട്ടെ. എന്താ എന്റെ ചട്ടിമ്പിക്കുട്ടിയെ താഴത്തൊന്നും കാണാനില്ല? ഇപ്പൊ ഫുള്ള് മോളിൽ തന്നെയാണല്ലോ. എന്താ പറ്റിയ കുട്ടിക്ക്? ഇപ്പൊ വീട് മൊത്തം സൈലന്റ്. എന്താ കാര്യം? കാക്കാനോട് പറയും. കാക്ക, എനിക്കിപ്പോ കല്യാണം വേണ്ട. ഞാൻ നിങ്ങളോടൊക്കെ എത്ര പ്രാവശ്യം പറഞ്ഞാണ് എനിക്ക് പഠിക്കണം, ജോലി വേണമെന്നൊക്കെ. പിന്നെ എന്താണ് ഇമ്മ ഇങ്ങനെ എന്നോട് കല്യാണത്തിനെ കുറിച്ച് പറയണേ? ഒന്ന് പറ കാക്കമ്മാനോട്, എനിക്കിപ്പോ തന്നെ വേണ്ടാന്ന്. എനിക്ക് തോന്നി ഇത് തന്നെ ആവുന്നു. അമ്മ പറഞ്ഞു എന്നോട് രാവിലെ. മോളെ, നമ്മൾ എന്ത് ചെയ്യാനാ? അമ്മ വാശിയില്ല. ഞങ്ങൾ കുറേ പറഞ്ഞു നോക്കിയതോ. നമ്മളമ്മക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് കണ്ണടക്കണം എന്നൊക്കെയാണ് പറയണത്. അത് ശരി. അപ്പൊ നിങ്ങൾ രണ്ടാളും ഉമ്മാന്റെ സൈഡാ അല്ലേ? അപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞു തരുന്നത്. എൻ്റെ ആഗ്രഹങ്ങളൊക്കെ അതിന് എന്തായാലും കുഴപ്പമില്ലല്ലോ. ഞാനതൊക്കെ കുഴി കുത്തി മൂടിക്കോളാം. ഇക്കാക്കാരും കണക്കാണ്, ഉമ്മയും കണക്കാണ്. അതൊരു കഷ്ടം തന്നെ പടച്ചോനെ. ഓള് നല്ല കലിപ്പില്ല ഈ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞിട്ട്. ഓളെ പറഞ്ഞിട്ടും കാര്യമില്ല. ഓൾക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പഠിച്ച് ജോലിയൊക്കെ ആവാൻ. ഇത് പെട്ടെന്നൊരു കല്യാണം എന്നൊക്കെ പറയുമ്പോൾ അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റായിട്ടുള്ളതാണ്.
ആ കല്യാണം കഴിഞ്ഞാലും പഠിക്കാലോ, അതൊന്നും വലിയ പ്രശ്നമില്ല. നല്ലതാണ്. കല്യാണം കഴിഞ്ഞിട്ട് പഠിക്കണേ, ജോലി വാങ്ങണം. അതൊക്കെ നമ്മളും കുറേ കേട്ടതാണ്. ഞാൻ +2 കഴിഞ്ഞിട്ട് ഇപ്പം തന്നെ കല്യാണം വേണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വാപ്പ പിടിച്ച് കെട്ടിച്ചിട്ട് നിങ്ങളെന്നെ പഠിപ്പിക്കുമെന്ന് പറഞ്ഞാണ്. എന്നിട്ടിപ്പോൾ ഞാൻ നല്ലോണം പഠിച്ച്